ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റിൻ്റെ പേപ്പർ 2 സൈക്കോളജി പാർട്ടാണ്. അതിലെ പ്രധാനപ്പെട്ട ചില തിയററ്റിക്കൽ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ. ഇത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരു സൈഡിൽ വരുന്നത് തിയറികളും അടുത്ത സൈഡിൽ വരുന്നത് തിങ്കേഴ്സിൻ്റെ പേരുമാണ്. ഇതിൽ ഫസ്റ്റ് ലിസ്റ്റ് 1 വരുന്ന കൺസെപ്റ്റ് തിയറി അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്, ലിസ്റ്റ് 2 വരുന്ന തിങ്കർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമായിട്ട് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്, നോൺസെൻസ് സിലബീസ് ആണ്, മാജിക്കൽ നമ്പേഴ്സ് ആണ്, ലോ ഓഫ് അക്വിസിഷൻ ആണ്. അതിൽ നമുക്ക് പരിചയമുള്ള ഭാഗമാണ് ഇവാൻ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ അത് ശരിയാണ്. അത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്താൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. എല്ലാ ഉത്തരങ്ങളും ശരിക്കും നമുക്ക് അറിയണമെന്നൊന്നുമില്ല. ഓക്കെ, ഏതായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓരോരോ ടോപ്പിക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ തിയറിയിൽ രണ്ട് ലിസ്റ്റാണല്ലോ തന്നിട്ടുള്ളത്. ഓരോ ലിസ്റ്റും നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ, അപ്പോൾ ഇതിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഇതാരാണ്? ഇവാൻ പാവ്ലോ ആണ്. നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് മെയിനായിട്ട് ഈ 4 കൺസെപ്റ്റുകളും റിലേറ്റ് ചെയ്തത് ബിഹേവിയറൽ സൈക്കോളജി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുമായി കണക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻസാണ് ഈ 4 എണ്ണം. ഒക്കെ കോഗ്നിറ്റീവ് സൈക്കോളജിയുമായി റിലേറ്റഡ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിൻ ഹെഡിങ് നമുക്ക് ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് സയൻസ് എന്ന് കൊടുക്കാം. ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് സയൻസ്. അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഫസ്റ്റ് ഭാഗം ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്കറിയാം, ഇത് ഇവാൻ പാവ്ലോവിൻ്റെ കൺസെപ്റ്റാണ്. ഇവാൻ പി പാവ്ലോ. ഇദ്ദേഹത്തിൻ്റെ തിയറിയാണ് യഥാർത്ഥത്തിൽ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ ടേം. നമുക്ക് നോക്കാം ആരാണ് ഈ ഇവാൻ പാവ്ലോ എന്നുള്ളത്. ഇവാൻ പാവ്ലോ ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവേഷണം ചെയ്തൊന്നും ആയിരുന്നില്ല. അദ്ദേഹം മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1904. അത് നായകളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. അങ്ങനെ നായയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ തിയറിയിലേക്ക് നയിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് വന്നത്, ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് എഴുതാം അല്ലേ. ഇവാൻ പാവ്ലോ അദ്ദേഹം ജനിച്ചത് 1849 കേട്ടോ. 1849 അദ്ദേഹം ജനിച്ചു.
അദ്ദേഹം മരണപ്പെട്ടത് ഏകദേശം 1936 അദ്ദേഹം മരണപ്പെട്ടത്. ഇദ്ദേഹം ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റാണ്. റഷ്യൻ റഷ്യൻ സൈക്കോളജിസ്റ്റുമാണ്. അതേപോലെ തന്നെ റഷ്യൻ ഫിസിയോളജിസ്റ്റ് കൂടിയാണ്. ഓക്കെ, ആൻഡ് ഫിസിയോളജിസ്റ്റ്. ഓക്കെ, സൈക്കോളജിസ്റ്റും ഫിസിയോളജിസ്റ്റുമാണ് ഇദ്ദേഹം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹം ഒറിജിനലി എന്ത് ചെയ്തില്ല, സൈക്കോളജി പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ സൈക്കോളജി പഠിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഡെവലപ്പ് ചെയ്തതല്ല എന്ത്, ഈ ഇവാൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് എഴുതാം. ഹി വോൺ ദ നൊബേൽ പ്രൈസ് in 1904 for his research on the digestive system of dogs. ഇങ്ങനെ ഡോഗ്സിൽ ഉണ്ടാകുന്ന ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം. ഇനി ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്താണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്? കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. അദ്ദേഹം ഇതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇദ്ദേഹം ഈ നായകളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, അപ്പം ആ വ്യക്തി പഠിക്കുന്നുണ്ട്. ലാബിൽ അദ്ദേഹം നായകളെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നായയുടെ ഈ ഉമിനീരുണ്ടല്ലോ, ഉമിനീര് പുറത്ത് വരുന്ന ഇതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിനൊരു പാറ്റേൺ മനസ്സിലായി. അതായത് ലാബ് അസിസ്റ്റൻ്റ് ആണല്ലോ ഈ നായക്ക് ഭക്ഷണം കൊണ്ടുവരിക. ലാബ് അസിസ്റ്റൻ്റ് നായക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു പോകുന്നു. ഓരോ പ്രാവശ്യവും ഇങ്ങനെ നായക്ക് ലാബ് അസിസ്റ്റൻസ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരാൾ വരുന്നു, ലാബ് അസിസ്റ്റൻ്റ് വരുന്നു. ഇത് സ്ഥിരമായിട്ട് ആവർത്തിച്ചപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് വരുന്ന സമയത്ത് നായയുടെ വായിൽ ഉമിനീര് വരാൻ തുടങ്ങി. അപ്പോൾ ഈ വ്യക്തി പാവ്ലോ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുക ചെയ്യാം. അങ്ങനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ബെല്ലെടുത്തിട്ട് നായക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ബെല്ലടിച്ചു, പിന്നെയും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ബെല്ലടിച്ചു. അങ്ങനെ ബെല്ലടിച്ചുകൊണ്ട് അദ്ദേഹം ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ക്രമേണ ബെല്ല് കേൾക്കുന്ന സമയത്ത് തന്നെ ആ വായയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നായയുടെ വായയിൽ ഉമിനീര് പുറത്തു വരാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്നാണ് അദ്ദേഹം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തത്. നമുക്ക് നോക്കാം എന്താ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ബൈ ഇവാൻ പാവ്ലോ. ഓക്കെ, അദ്ദേഹം നൊബേൽ പ്രൈസ് ലഭിച്ച ആളാണ്. യഥാർത്ഥത്തിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഗവേഷണം നടത്തിയത്. നമുക്ക് നോക്കാം. വൈ സ്റ്റഡിയിങ് digestion, Pavlov noticed that dogs started salivating not just when they tasted ഫുഡ്, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല വായിൽ ഉമിനീര് വരാൻ തുടങ്ങിയത്. ബട്ട് ആസ് സൂൺ ആസ് ദേ സോ ദ ലാബ് അസിസ്റ്റൻ്റ് entering
ദ റൂം. റൂമിലേക്ക് ലാബ് അസിസ്റ്റൻസ് ഭക്ഷണവുമായിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ നായയുടെ വായിൽ ഉമിനീര് വരാൻ തുടങ്ങി. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ഈ കൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാവുക ചെയ്തത്. ദിസ് ലേഡ് ഹിം ടു ഡിസ്കവർ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതായത് അതിന് മറ്റൊരു പേരാണ് ലേണിംഗ് ത്രൂ അസോസിയേഷൻ. ലേണിംഗ് ത്രൂ അസോസിയേഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പിന്നെ അപ്പോൾ ഇങ്ങനെ മനസ്സിലായപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം എന്ത് ചെയ്തു, രണ്ട് ഒരു ന്യൂട്രൽ സ്റ്റിമുലസും അൺകണ്ടീഷണൽ സ്റ്റിമുലസും എന്ത് ചെയ്തു, കണക്ട് ചെയ്ത് കണ്ട് എന്ത് ചെയ്യും, ഇദ്ദേഹം പരീക്ഷണം നടത്തി. നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ബെല്ലടിക്കും. ബെല്ലടിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ബെല്ല് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. അതിന് പ്രത്യേക മീനിങ് ഒന്നുമില്ല. ഫുഡ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. അതിന് പ്രത്യേക മീനിങ് നമുക്ക് എന്തുണ്ട്, നമുക്കറിയാം. ഭക്ഷണം വിശപ്പ് മാറ്റും, ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ രുചികരമാണ്, അപ്പോൾ വായിൽ വെള്ളം ഊറും. അപ്പോൾ അത് അൺകണ്ടീഷണൽ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. പാവ്ലോ paired a neutral stimulus, അതായത് ringing a bell with an unconditioned സ്റ്റിമുലസ്. അതായത് ബെല്ലും ഫുഡും തമ്മിൽ അദ്ദേഹം ലിങ്ക് ചെയ്തു. ഇനീഷ്യലി എന്താ സംഭവിച്ചു, ഇനീഷ്യലി ഒരു ചേഞ്ചുകളൊന്നും വന്നില്ല. ഇനീഷ്യലി the bell meant nothing to the dog. പ്രത്യേകിച്ച് ബെല്ല് കേട്ടിട്ട് ഡോഗിനൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രോസസ്സ് ചെയ്ത സമയത്ത് ഡോഗ് എന്ത് ചെയ്തു, ഈ ബെല്ല് കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ നായയുടെ വായിൽ വെള്ളം ഊറാൻ തുടങ്ങി. ബട്ട് ആഫ്റ്റർ repeating the pair, അതായത് ബെല്ല് പ്ലസ് എന്താണ് ഫുഡ് ആണ് കേട്ടോ. ബെല്ലും ഫുഡും റിപ്പീറ്റഡ് ആയപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് the dog formed a mental connection. രണ്ടുമായിട്ട് ബെല്ലും ഫുഡുമായിട്ടൊരു മെൻ്റൽ കണക്ഷൻ രൂപപ്പെട്ടു. ഇത് പിന്നെന്ത് സംഭവിച്ചു, ഇവഞ്ച്വലി എന്ത് സംഭവിച്ചു, സിംപ്ലി റിങ്ങിങ് ദ ബെല്ല് റിങ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, നായയുടെ വായിൽ എന്ത് ചെയ്യും, വെള്ളം മൂറും. സലൈവേറ്റ്. ഏറ്റവും വലിയ പ്രധാനം എന്താ വെച്ചാൽ ഈവൻ ഇഫ് നോ ഫുഡ് വാസ് പ്രസൻറ്റ്, ഫുഡ് തന്നെ ഇല്ല, എന്നാലും എന്ത് ചെയ്യും, ഈ നായയുടെ വായിൽ എന്ത് ചെയ്യും, വെള്ളം ഊറാൻ തുടങ്ങും. അപ്പോൾ ഇത് എന്തിന് കാരണമായി,
ബിഹേവിയറലിസം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്തു, ഇത് നയിച്ചു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് അതാണ്. ദിസ് ലെയ്ഡ് റിങ് ദ absolute foundation for the school of behavioralism. ഇൻ സൈക്കോളജി. അപ്പോൾ അത് അങ്ങനെയാണിത് സംഭവിച്ചത്. അപ്പോൾ അതാണ് ഇത് നമ്മൾ ശരിക്കും ഈ ടോപ്പിക്ക് നമ്മൾ മുമ്പ് ഒരിക്കൽ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മുമ്പിലേതോ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ഒരു പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്കിനി പോവാം. ഓക്കെ, ഈ രണ്ടാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബി ആണ് നമ്മൾ നോക്കുന്നത്. നോൺ സെൻസ് സിലബിൾസ് അത് കൊണ്ടുവന്നത് ഹെർമൻ എബിംഗ്ഹാസ് എന്ന് പറഞ്ഞ ആളാണ് ഈ എന്ത് കൊണ്ടുവന്നത്, നോൺ സെൻസ് സിലബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. നോൺ സെൻസ് സിലബീസ് എബിംഗ്ഹാസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്ന് വിശദമായിട്ടുള്ള നോക്കാം. ഓക്കെ, ഇദ്ദേഹം ഈ ഹെർമൻ എബിംഗ്ഹാസ് 1950 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു, ഹ്യൂമൻ മെമ്മറിയെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച ഗവേഷണം ചെയ്തൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഹെർമൻ എബിംഗ്ഹാസ് അദ്ദേഹം 1850 ജനിച്ചു. 1909 മരണപ്പെടുകയും ചെയ്തു. ഇദ്ദേഹം ജർമ്മൻ സൈക്കോളജിസ്റ്റാണ്. പിന്നീട് the rigorous experimental study of human memory. അപ്പോൾ അതാണ് അദ്ദേഹം ഹ്യൂമൻ മെമ്മറിയെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയ ആളാണ്. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്യണം, പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം. എന്ത് ചെയ്തു, എന്താണ് ഇദ്ദേഹം സാധാരണഗതി നമുക്ക് മുമ്പൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ ഈ മെമ്മറിയെ സയൻറ്റിഫിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, പഠിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും നമ്മളെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് അത് കണക്ട് ചെയ്തതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ശരിക്കും പഠിക്കുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, മാങ്ങ, ഓറഞ്ച്, ആപ്പിൾ എന്ന 3 വാക്കുകൾ LKGയിൽ പഠിപ്പിക്കുന്നു വിചാരിക്കാം. അപ്പോൾ LKGയിൽ മാങ്ങ, ഓറഞ്ച്, ആപ്പിൾ എന്ന് പഠിപ്പിക്കുന്നു. പക്ഷെ പഠിപ്പിക്കുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ കുട്ടിക്ക് വീട്ടിൽ നിന്ന് മാങ്ങയും ഓറഞ്ചും ആപ്പിളും ഒക്കെ തിന്ന് പരിചയം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മാങ്ങ, ഓറഞ്ച്, ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ LKGയിൽ കാണാതെ പഠിപ്പിക്കുമ്പോൾ ആ കാണാതെ പഠിച്ച് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വീട്ടിൽ നിന്നും കഴിച്ച ആ ആപ്പിളും ഓറഞ്ചും അതുമായി ബന്ധപ്പെട്ട നോളജും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഞാൻ ആപ്പിളിൻ്റെ ചിത്രം ഓർത്തെടുത്തുകൊണ്ട് ഞാൻ ആപ്പിൾ എന്ന് ഓർക്കുകയാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഓൾറെഡി നമ്മളെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് മെമ്മറിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ് നോൺസെൻസ് സിലബിൾസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ബിഫോർ എബിങ്ഹാസ് ഇതിന് മുമ്പുള്ള ആൾക്കാരെ കാര്യം പറഞ്ഞു. പീപ്പിൾ തോട്ട് മെമ്മറി കുഡ് നോട്ട് ബി സ്റ്റഡീഡ് സയൻറ്റിഫിക്കലി because everyone's past experience color, അതായത് influence how they remember something. എന്തെങ്കിലും ഓർത്തെടുക്കുകയാണെങ്കിൽ ആ ഓർത്തെടുക്കുന്നതും മറന്നു പോകുന്നതൊക്കെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും എന്തിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഒരാളെ മെമ്മറി അങ്ങനെ അളന്നെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ടു സോൾവ് ദിസ് ഇഷ്യൂ he invented nonsense syllables. ഈ നോൺസെൻസ് സിലബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. അതായത് 3 ലെറ്റർ കോമ്പിനേഷൻ ആണിത്. ഇത് കോൺസണൻറ്റ് വൊവൽ കോൺസണൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പാറ്റേണിലാണ് ഇത് വരിക. അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഉണ്ടാവില്ല, അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉദാഹരണമായിട്ട് RYK, KFG, SVD അങ്ങനെയുള്ള അക്ഷരങ്ങൾ. ഇതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, പക്ഷേ ഇത് മീനിങ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ദീസ് ആർ ലെറ്റേഴ്സ് അല്ലെങ്കിൽ 3 ലെറ്റേഴ്സ് കോമ്പിനേഷൻ ഫോർമാറ്റഡ് ആസ് കൺസോണന്റ് വൊവൽ കൺസോണന്റ്, CVC എന്ന് പറയും. ദാറ്റ് ഹാവ് absolutely no meaning. in language. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം RIY, അതുപോലെ തന്നെ KAF, അങ്ങനെയാണെങ്കിൽ ഓരോന്ന് XOP, അങ്ങനെ ഓരോ നമ്പറുകൾ. ഓക്കെ, ഇതൊക്കെ എന്താണ് ശരിക്കും അതിൻ്റെ ഓരോ എക്സാമ്പിളുകളാണ്. ഇങ്ങനെയുള്ള വേർഡ്സ് നമുക്ക് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുമ്പ് പഠിച്ചെടുക്കാത്തൊരു കാര്യമാണ്. പഠിച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ മെമ്മറി കപ്പാസിറ്റിയെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ബിക്കോസ് we use it because they have no meaning, they carry no emotional
baggage or pre-existing association this allow him to test pure unbiased learning and memory retention. നമുക്ക് അൺബയാസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കൺസെപ്റ്റാണത്. നമുക്ക് നമുക്ക് എന്താ ഫോർഗെറ്റിംഗ് കർവ് എന്ന പേരിൽ ഇദ്ദേഹം ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ കാര്യങ്ങൾ മറന്നു പോകും എന്നുകൂടിയും പറയുന്നുണ്ട്. നമ്മൾ ഇൻഫോർമേഷനെ നമ്മൾ വിട്ട് കളഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, നമ്മൾ മറന്നു പോവും. റിവ്യൂ ചെയ്തില്ലെങ്കിൽ മറന്നു പോകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് ഫോർഗെറ്റിംഗ് കർവ് എന്നൊക്കെ അദ്ദേഹം പറയും. യൂസിങ് ഹിംസെൽഫ് ആസ് ദ ടെസ്റ്റ് സബ്ജക്റ്റ്. അദ്ദേഹം സ്വയത്തെ എന്ത് ചെയ്തു, ടെസ്റ്റ് സബ്ജക്റ്റ് ആക്കിയിട്ട് മനസ്സിലാക്കി. എന്നിട്ട് ഈ ഗവേഷണം എന്ത് ചെയ്തു, അദ്ദേഹം ചെയ്തു എന്നാണ് പറയണത്. ഈ മെമ്മറൈസ്ഡ് list of these syllables and discovered the famous forgetting curve. ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വിച്ച് ഷോസ് ദാറ്റ്, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതാണ് വിശദീകരിക്കാതെ കേട്ടോ. ഷോസ് ദാറ്റ് ഹ്യൂമൻ ഡ്രോപ്പ് ഇൻഫർമേഷൻ dramatically fast right after learning it unless it is renewed അല്ലെങ്കിൽ റിവ്യൂഡ്. അതായത് ഒന്നുമില്ല, നമ്മളൊരു കാര്യം പഠിച്ചിട്ട് പറഞ്ഞിട്ട് അത് പിന്നെ നമ്മൾ റിവ്യൂ ചെയ്തില്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് മറന്നു പോകുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതാണ് ഈ തിയറിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കൺസെപ്റ്റുകൾ പറഞ്ഞു. നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ മാജിക്കൽ നമ്പർ, മില്ലേഴ്സ് മാജിക്കൽ നമ്പറാണ്. മില്ലേഴ്സ് മാജിക്കൽ നമ്പർ അതാരതാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ മില്ലേഴ്സ് മാജിക്കൽ നമ്പർ എന്നാണ് ഇതിലിവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പം നമുക്ക് നോക്കാം മില്ലേഴ്സിൻ്റെ മാജിക്കൽ നമ്പർ എത്രയാണ്. മാജിക്കൽ നമ്പർ ജോർജ് എ മില്ലർ, ഇതാണ് അദ്ദേഹത്തിൻ്റെ മാജിക്കൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ് പറയണത് നോക്കാം. ഓക്കെ, ഇദ്ദേഹം ജോർജ് എ മില്ലർ എന്ന് പറഞ്ഞ ആൾ, ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ പിതാക്കന്മാരിൽ അറിയപ്പെടുന്ന ഒരു പ്രധാനിയാണ് ആര്, ഇദ്ദേഹം മുമ്പൊക്കെ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഹേവിയറൽ പേഴ്സ്പെക്റ്റീവ് ആയിരുന്നു. അവർ പുറത്തേക്ക് വരുന്ന ഒബ്സർവബിൾ ആയുള്ള കാര്യങ്ങളെ മാത്രമേ അനലൈസ് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഇവർ ഈ കോഗ്നിറ്റീവ് റെവല്യൂഷൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളെ മൈൻഡിനെ കുറിച്ചും ഇൻറ്റേർണൽ വർക്കിങ്ങിനെ കുറിച്ചൊക്കെ വീണ്ടും ധാരാളം പഠനങ്ങൾ നടന്നു. അത് പഠനം നടത്തിയ പ്രധാനപ്പെട്ട ഒരാളാണ് ജോർജ് എ മില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇൻട്രോ എഴുതിയതിനു ശേഷം ബാക്കി അദ്ദേഹം ആരാന്ന് നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ആരാണ് മില്ലർ? ജോർജ് എ
മില്ലർ. അദ്ദേഹം ജനിച്ചത് 1920-ലാണ്. അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരണപ്പെട്ടത് 2012-ലാണ്. ഓക്കെ, അത് നോട്ട് ചെയ്യണം. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് നേറ്റീവ് റെവല്യൂഷൻ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ തിയറി എന്താണെന്ന് നോക്കാം. ഇദ്ദേഹം സിമ്പിളാണ്, സംഭവം സിമ്പിളാണ്, വിശദീകരിച്ചാൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിൽ നമുക്ക് പറയാം. ഇദ്ദേഹം പറയുന്നത് ഒരാൾക്ക് അയാളുടെ മെമ്മറിയിൽ, ഷോർട്ട് ടൈം മെമ്മറിയിൽ 7 ± 2 ഐറ്റംസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്തേക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ 7+, അതായത് 9 ഐറ്റംസ്, അല്ലെങ്കിൽ 7-, അതായത് 5. 7 ± 2 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 7-നേക്കാൾ 2 കൂടുതലോ അല്ലെങ്കിൽ 7-നേക്കാൾ 2 കുറവോ ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ 7-ൻ്റെ 2 കൂടുതലോ അല്ലെങ്കിൽ 7-ൻ്റെ 2 കുറവോ, 5-ഓ 9-ഓ ഐറ്റംസ് മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഉണ്ട്. 1956-ലാണ് അദ്ദേഹം എന്ത് ചെയ്ത് ആ പേപ്പർ പബ്ലിഷ് ചെയ്തത്. മില്ലർ വൺ ഓഫ് ദ മോസ്റ്റ് highly cited paper in psychology. അത് മെയിനായിട്ട് വരുന്നത് ദ മാജിക്കൽ നമ്പർ 7 + or -2. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ഒരാൾക്ക് ഹ്യൂമൻ മൈൻഡ് ഒരു ആവറേജ് ഒരാൾക്ക് അത് കഴിഞ്ഞ് നമുക്ക് ഇത്ര +2 കഴിഞ്ഞില്ല. പുസ്തകത്തിൻ്റെ ആർട്ടിക്കിളിൻ്റെ പേര് കഴിഞ്ഞാൽ സം ലിമിറ്റ്സ് ഓൺ our capacity for processing information. അതായത് ഒന്നുമില്ല, ഇത്രയാണ്. ഒരാൾക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരു 7 മുതൽ 10 വരെ, 7 മുതൽ 7-ലേക്ക് താഴെ 5 മുതൽ 7-ക്ക് 2 കൂടുതൽ 9 വരെ ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നെ ഇദ്ദേഹം മറ്റൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ചങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ചങ്കിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് ഇൻഫോർമേഷനെ ഗ്രൂപ്പായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മൊബൈൽ ഫോണുകളെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരേ മൊബൈൽ ഫോണിൻ്റെയാണ്, ഒരേ ടൈപ്പ് ഓഫ് മൊബൈൽ ഫോൺ തന്നെ. മൊബൈൽ ഫോണിലാണ് നമ്മൾ ഫോൺ വിളിക്കുന്നത്, മൊബൈൽ ഫോണിലാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്, മൊബൈൽ ഫോണിലാണ് നമ്മൾ ക്ലാസ് കേൾക്കുന്നത്. ഒക്കെ വ്യത്യസ്ത ടൂളാണ്, പക്ഷെ ഒറ്റൊരു സാധനമാണ് മൊബൈൽ ഫോൺ. അപ്പോൾ ഈ ആവശ്യങ്ങളെ മൊത്തം ഒന്നിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും പെട്ടെന്ന് നമ്മൾ മറക്കില്ല. അപ്പോൾ അതാണ് ചങ്കിങ് എന്ന് പറയുക. ഈ ഇൻട്രൊഡ്യൂസ്ഡ് the concept of chunking
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗ്രൂപ്പിംഗ് സെപ്പറേറ്റ് പീസസ് ഓഫ് ഇൻഫോർമേഷൻ. അപ്പോൾ അതാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം കുറേ ഇൻഫോർമേഷൻസ് ഒന്നിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ എന്തിലൂടെ കഴിയും? ചങ്കിങ്ങിലൂടെ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നാലാമത്തെ ഡി നോക്കാം. ഓപ്ഷൻ ഡി. ഡി എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അക്വസിഷൻ. അത് ഡെവലപ്പ് ചെയ്തത് എഡ്വിൻ ഗുത്രെ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം എന്താ പറയുക നോക്കാം. ഓക്കെ, ഇദ്ദേഹം ടൈപ്പ് ചെയ്യാം, എഡ്വിൻ ഗുത്രെ. അദ്ദേഹം ജനിച്ചത് 1886 അദ്ദേഹം മരണപ്പെട്ടത് 1959. ഓക്കെ, വാസ് an American behavioralist. Who proposed distinct, ultra simplified approach to how organism learn. എങ്ങനെയാണ് ജീവികൾ ലേൺ ചെയ്യുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രാവശ്യം തന്നെ നമ്മളൊരു കാര്യം കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ലേൺ ചെയ്യാൻ പറ്റും. അതിന് വൺ ട്രയൽ ലേണിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്താണ് വൺ ട്രയൽ ലേണിംഗ്? അതായത് ഒന്നുമില്ല, ഒറ്റ സമയത്ത് ഒരേ സമയത്ത് തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേൺ ചെയ്യാൻ പറ്റും. അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മറ്റ് ലേണിംഗ് മെത്തേഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഗുത്രയുടെ ലേണിംഗ് മെത്തേഡ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ജസ്റ്റ് ഏതായാലും ടൈപ്പ് ചെയ്യേണ്ട നോട്ട് നിങ്ങൾക്ക് തരണ്ട്. ഈ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിന് ഉപയോഗപ്പെടും. ഓക്കെ, പേന കൊണ്ട് എഴുതുന്ന സമയത്ത് എല്ലാവർക്കും വായിക്കാൻ അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ടൈപ്പിംഗ് രീതി ഉപയോഗിക്കുന്നത്. ശരിക്കും ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മറ്റേനേക്കാളും ടൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പ്രയാസമുള്ളൊരു സംഭവമാണ്. എങ്കിലും കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ വൺ ട്രയൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഗുത്രെ ആർഗ്യൂഡ് that if a stimulus and a response occur, ശരിക്കും ശ്രദ്ധിക്കണം, together just once. ഒരു സ്റ്റിമുലസും ഒരു റെസ്പോൺസും ഒരൊറ്റ സമയത്തിന് ഉണ്ടാവുകയാണെന്ന് കരുതാം. അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ എന്ത് ചെയ്തു, ഞാൻ അടുക്കളയിൽ ഞാൻ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ അറിയാതെ എൻ്റെ കൈ സ്റ്റൗവിലാണ് തട്ടി. അപ്പം തന്നെ ഞാൻ വലിക്കുകയും ചെയ്തു. സ്റ്റിമുലസും ഉണ്ടായി, റെസ്പോൺസും ഉണ്ടായി. ഇതിനി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരിക്കലും ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും? അത് മറക്കാതെ കൊണ്ടു കൊടുക്കും. അത് ഇതിൻ്റെ എക്സാമ്പിളാണ്. എ ഫുള്ള് അസോസിയേഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. പ്രധാനപ്പെട്ടതാണ്, നോക്കണം.
ഓക്കെ, എസ്റ്റാബ്ലിഷ്ഡ്. പ്രാക്ടീസ് ഡസ് നോട്ട് strengthen the connection എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, പ്രാക്ടീസ് ചെയ്തു എന്ന് എഴുതിയിട്ട് ഈ രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്ത് ചെയ്യില്ല, സ്ട്രെങ്തൻ ചെയ്യുന്നില്ല. ആദ്യം തന്നെ സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുന്നതായിരിക്കും എന്ന് പറയും. ഇറ്റ് ജസ്റ്റ് ഹെൽപ്സ് യു learn variation of the moment. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഇതിൻ്റെ വേരിയേഷൻ മനസ്സിലാക്കാൻ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ, അല്ലാതെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് യൂസ് ചെയ്യൂല എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയാണ് ഈ 4 ഓപ്ഷനും വരുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആൻസർ ഏതാണ് നമുക്ക് നോക്കാം. നമ്മൾ ഓപ്ഷൻ 4 ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ 2. ഓക്കെ, ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.